Hi friends, welcome to Nishas Powerful Kitchen. ഇന്ന് നമുക്ക് കിച്ചണിൽ വാഴങ്കൂമ്പ് കൊണ്ട് ഒരു കട്ട്ലറ്റ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി ചേർക്കുന്നത് നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ വാഴങ്കൂമ്പൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കുക, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായി വഴണ്ട് കിട്ടാനായിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടെ വഴറ്റി, സവാള എപ്പോഴും നന്നായി വഴണ്ട് കിട്ടണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് കറകളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ താരം വാഴങ്കൂമ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം ഈ സമയം നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഉരുളൻകിഴങ്ങ് അവിടെ വേവിച്ചുടച്ച് വെക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള എല്ലാം ചെറിയ കഷ്ണങ്ങളായി അരിയണം. അപ്പോൾ ആ ഇല കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ കൊണ്ടുപോവുകയാണ് നല്ലത് കേട്ടോ, ലോ ടു മീഡിയം. ഇപ്പോൾ അത് അടച്ച് വെച്ചൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മസാല, ഈ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തതിന് ശേഷം മാത്രം മസാല ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല പൗഡർ, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി അതൊക്കെ എരിവിനനുസരിച്ച് ഓരോരുത്തർ അവരുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കുക. കാരണം ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 സവാള, 1 പച്ചമുളക്, അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ അളവ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അളവും കൂടി വരും. അതുപോലെ ഒരു വാഴങ്കൂമ്പ് കൊണ്ടാണ്, ചെറിയൊരു വാഴങ്കൂമ്പ് കൊണ്ടാണ് നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയുള്ളത്. എനിക്ക് 8 കട്ട്ലേറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അതെല്ലാം വെന്ത് ഒന്ന് മിക്സായി വന്നതിന് ശേഷം മാറ്റി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്കിത് വറുത്ത് കോരണ്ടേ, അതിന് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു അടപ്പെടുത്ത് അതിൽ എണ്ണ തടവി നമ്മൾ ഈ മിക്സിങ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് അതിൽ അമർത്തി പ്രസ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പായി കിട്ടാനാണ് കേട്ടോ. എന്നിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്ത് വയ്ക്കുക. എന്നതിന് ശേഷം ഒരു കോഴിമുട്ട ഉടച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിലൊന്ന് മുക്കുക. കുറച്ച് ബ്രെഡ് എടുത്ത് മിക്സിയിലൊന്ന് കറക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് കിട്ടും. ഇനി കോഴിമുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന നമ്മളുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് വാഴങ്കൂമ്പ് കട്ട്ലറ്റ്. ഇതിൽ വാഴങ്കൂമ്പ് ചേർക്കുന്നു എന്നത് മാത്രമാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെല്ലാവരും തയ്യാറാക്കി നോക്കുക, ഇഷ്ടപ്പെടും, ഷുവറാണ്. ഇനി നമ്മൾ എണ്ണയിലിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വേവിച്ചെടുക്കുക. സ്പീഡ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നാശമായി പോവും. എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. ഓരോ ഭാഗമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ടൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്നത് പോലെ കൈകൊണ്ട് ചെയ്യേണ്ട. എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. കൈ പൊള്ളാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ വാഴങ്കൂമ്പ് കട്ട്ലറ്റ് വളരെ ടേസ്റ്റി, പറയാതെ വയ്യ. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റുകയാണ്. അതിൽ എണ്ണയെല്ലാം ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ബട്ടർ പേപ്പറിലേക്ക് മാറ്റുന്നു. ഇനി നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ ഇഷ്ടാനുസരണം ചൂട് ചായയുടെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വാഴങ്കൂമ്പ് കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. ഞാൻ ഫസ്റ്റിലൊന്നും അത് പറയുന്നില്ല, നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി അടുത്തൊരു വിഭവമായിട്ട് നമ്മളെ കിച്ചണിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.